ഒരു ഉച്ചയൂണ് കഴിക്കാനായിട്ട് 33 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൗതുകമുള്ള ഒരു വാർത്തയാണ്. പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു സത്യമാണ്. നമ്മുടെ ഇന്ത്യയിലല്ല, അമേരിക്കയിലാണ് ഈ സംഭവം. ഇത് 33 കോടി രൂപ ചെലവഴിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു ലഞ്ച് കഴിക്കുന്നത്, ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പരിപാടിയാണത്. ഒരു വ്യക്തിയുടെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് ലേലം വിളിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലേലത്തുക പോകുന്നത് ആരാണോ അവർക്ക് ഈ വ്യക്തിയുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കാം. അപ്പൊ എന്താണ് ഈ വ്യക്തിയുടെ പ്രത്യേകത? അത്രമാത്രം പ്രസക്തമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം 1960 ഒരു വീട് സ്വന്തമായിട്ട് നിർമ്മിച്ചു. അത് 5 ബെഡ്റൂമുകളൊക്കെയുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടായിരുന്നു. ഇന്നും അദ്ദേഹത്തിന് 93 വയസ്സുണ്ട്. ഈ സമയത്തും അദ്ദേഹം ആ വീട്ടിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വാച്ചുണ്ട്. ആ വാച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത് പഴയ വാച്ച് തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന കാറ് പഴയ സെക്കൻഡ് ഹാൻഡ് കാറ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചു വരുന്നത്. മൊബൈൽ ആണെങ്കിൽ ആപ്പിളോ ഐഫോൺ അങ്ങനത്തെ ഫോൺ, ആൻഡ്രോയിഡ് പോലുമല്ല, നമ്മൾ സാധാരണ കീപാഡുള്ള നെക്കി വിളിക്കുന്ന ഫോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ഒരു ലഞ്ച് കഴിക്കുന്നതിനാണ് ഈ 33 കോടി രൂപ ലേലം വിളിച്ചത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇതിനെന്താണ് പ്രത്യേകത എന്ന് നമുക്ക് തോന്നും. ഇതിന് വളരെ പ്രത്യേകതകളുണ്ട്. 2008 ഫോക്സിന്റെ അതിസമ്പന്നന്മാരായ ലോകത്തിലെ ഏറ്റവും ധനികനായ 1ാം നമ്പറുകാരനായി മാറിയ, സ്വന്തമായി ഫ്ലൈറ്റ് കമ്പനി ഉണ്ടായിട്ട്, വിമാന കമ്പനികൾ ഉണ്ടായിട്ട്, അത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചാർട്ട് ചെയ്യാതെ സാധാരണ എയർപോർട്ടിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന 9 ലക്ഷം കോടി രൂപ ഇന്ത്യൻ റുപ്പീസ് നെറ്റ്വർത്തുള്ള ഒറാക്കിൾ ഓഫ് ഒമാഹ എന്നറിയപ്പെടുന്ന ഓഹരി വിപണിയിലൂടെ അതിസമ്പന്നനായ ഇൻവെസ്റ്റ്മെന്റിലൂടെ ലോകത്തിന്റെ മാതൃകയായ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുലപതി വാരൻ ബഫറ്റിന്റെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന്റെ ലേലത്തുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വാരൻ ബഫറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലളിത ജീവിതം നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് പൊതുവെ ആർഭാടങ്ങളോട് താല്പര്യമില്ല. ഒരു കോള് ചെയ്താൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇന്ന് ഇറങ്ങുന്നതിൽ ഏറ്റവും വില കൂടിയ കാറ് കൊണ്ടുവന്ന് കൊടുക്കാൻ കമ്പനികൾ തയ്യാറായി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വീട് അദ്ദേഹത്തിന് സെക്കൻഡുകൾക്കകം സ്വന്തമാക്കാം. കാരണം 9 ലക്ഷം കോടി രൂപയിലധികം ആസ്തിയുള്ള ലോകത്തിലെ ധനികനായ ആളാണ്. പക്ഷെ ചില ആളുകൾക്ക് ചില ശീലങ്ങളുണ്ട്. വാരൻ ബഫറ്റ് ചെറുപ്പം മുതലേ ആർഭാടങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, വാരൻ ബഫറ്റ് നല്ലൊരു ശതമാനം തുക ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം നീക്കി വെച്ചിട്ട് അതിൽ പോകുന്നതാണ്. ഈ 33 കോടി രൂപ അദ്ദേഹത്തിന്റെ ലേലത്തുകയും എല്ലാം ചാരിറ്റിയിലേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. വേറൊരു പ്രത്യേകത, നമ്മുടെ എല്ലാവരും 50 വയസ്സ് 60 വയസ്സൊക്കെ ആവുമ്പോൾ പറയും നമ്മൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന സ്ഥലത്ത് 60 വയസ്സിന് ശേഷമാണ് വാരൻ ബഫറ്റിന്റെ 94% സമ്പത്തും പ്രൊജക്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അറിയാവുന്ന രീതിയിൽ വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി 6% മാത്രമാണ് അദ്ദേഹത്തിന് 60 വയസ്സുവരെ ഉണ്ടായിരുന്ന ആസ്തി. അതിനുശേഷം, അതായത് ദീർഘകാല നിക്ഷേപത്തിന്റെ ഒരു വലിയ പ്രസക്തിയാണ് നമ്മളിത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് വർഷങ്ങൾ എടുത്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ, ഓഹരി വിപണിയിലൂടെ ഒരാള് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മാജിക് ആണ് അവിടെ നടക്കുന്നത്. ഇതിനെല്ലാം ആവശ്യം നമ്മൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെയാണ്. ഹായ്, ഐ ആം നിസാബുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ, അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് 9846064795. ഓഹരി വിപണികളെ പറ്റിയിട്ടുള്ള കൂടുതൽ വാർത്തകൾ അറിയാൻ പലതുള്ളി പെരുവെള്ളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.